18-ാം നൂറ്റാണ്ടിനൊടുവിലും 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും കേരള ചരിത്രത്തിൽ നിർണായകമായി പങ്കുവഹിച്ച വ്യക്തിയാണ് തച്ചിൽ മാത്തൂത്തരകൻ. തിരുവിതാംകൂറിന്റെ രാജനീതിയിലും വാണിജ്യത്തിലും സുറിയാനി ക്രിസ്ത്യാനി സമൂഹത്തിന്റെ നേതൃത്വത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആലങ്ങാട് രാജ്യത്തിന്റെ മന്ത്രിയായിരുന്ന തരിയത് കാരണവരുടെ രണ്ടാമത്തെ പുത്രനായി 1741 മാത്തു ജനിച്ചത്. ശിശുവായിരിക്കുമ്പോൾ തന്നെ പിതാവ് വധിക്കപ്പെട്ടതിനാൽ മാതൃഗൃഹത്തിൽ അമ്മയോടൊപ്പമായിരുന്നു മാത്തു വളർന്നത്. പിതാവിന്റെ സുഹൃത്തുക്കളായ ആലപ്പുഴയിലെ രംഗശേണായിമാരിൽ നിന്നാണ് കച്ചവടത്തിന്റെ ആദ്യ പാഠങ്ങൾ മാത്തു മനസ്സിലാക്കിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അച്ചൻകോവിൽ മലകളിൽ നിന്നും തേക്കുതടികൾ എത്തിച്ചുകൊടുത്ത് തന്റെ ആദ്യ കച്ചവടത്തിൽ തന്നെ വൻ ലാഭമുണ്ടാക്കുവാൻ മാത്തുവിന് സാധിച്ചു. നീലനദിയിലെയും കാഡീസിലെയും ട്രാഫൽഗറിലെയും ബ്രിട്ടന്റെ പ്രശസ്തമായ നാവിക വിജയങ്ങൾക്ക് നിദാനമായ കപ്പലുകൾ നിർമ്മിക്കുവാനാവശ്യമായ മുഴുവൻ തടികളും മാത്തുവാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയത്. ഈ കച്ചവടം വഴി ഇംഗ്ലീഷുകാരുമായുണ്ടായ മൈത്രി തന്റെ രാജ്യത്തിന്റെ ശ്രേയസിന് വേണ്ടി വിനിയോഗിക്കുവാൻ മാത്തുവിന് പിന്നീട് അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. തടിക്കച്ചവടത്തിന് പുറമെ ചുക്ക്, കുരുമുളക്, ഏലം മുതലായ മലഞ്ചരക്കുകളും ശേഖരിച്ച് മാത്തു കച്ചവടം ചെയ്തിരുന്നു. ഈ വ്യാപാരത്തിൽ ഏർപ്പെട്ടതോടുകൂടെയാണ് മാത്തു ആലപ്പുഴയ്ക്ക് താമസം മാറ്റിയത്. അവിടെ തത്തമ്പള്ളി ഭാഗത്ത് കുറേയധികം സ്ഥലം വാങ്ങി അദ്ദേഹം മാളികയും കെട്ടിടങ്ങളും പണികഴിപ്പിച്ചു. സ്ഥിരതാമസം ആലപ്പുഴയ്ക്കാക്കിയതോടെ കച്ചവടവും വളരെ വർദ്ധിച്ചു. കച്ചവടത്തിനു വേണ്ടി ബോംബെയിൽ നിന്നും അദ്ദേഹം 2 കപ്പലുകൾ വിലയ്ക്ക് വാങ്ങി. ഈ അഭ്യുദയ കാലത്ത് തിരുവിതാംകൂറിന്റെ സാക്ഷാൽ സൃഷ്ടാവ് എന്ന് പറയാവുന്ന ക്യാപ്റ്റൻ യുസ്റ്റേഷ്യസ് ഡിലിനോയുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ മാത്തുവിന് കഴിഞ്ഞു. അസാധാരണ കഴിവുകളോടുകൂടിയ തച്ചിൽ മാത്തുവിനെ അദ്ദേഹം രാജാ കേശവദാസനും കാർത്തിക തിരുനാൾ രാമവർമ്മ തമ്പുരാനും പരിചയപ്പെടുത്തി. മാത്തുവിന്റെ കഴിവുകളിൽ സന്തുഷ്ടനായ മഹാരാജാവ് അദ്ദേഹത്തിന് തരകൻ എന്ന സ്ഥാനം കൽപ്പിച്ചു കൊടുത്തു. മഹാരാജാവിന്റെ വീരശൃംഖലകൾ ഏറ്റുവാങ്ങി സ്വർണ്ണ പല്ലക്കിലേറി തിരുവനന്തപുരത്ത് നിന്നും കുത്തിയതോട്ടിലേക്കുള്ള തരകന്റെ പ്രത്യാഗമനം ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു. മാത്തുത്തരകൻ ഉൾപ്പെട്ട സുറിയാനി കത്തോലിക്ക സമുദായം സ്വജാതിയിൽ ഒരു മെത്രാനെ ലഭിക്കുന്നതിന് ശ്രമിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. തന്റെ സമുദായത്തിന് അതേ ജാതിയിലും റീത്തിലും പെട്ട മെത്രാനെ ലഭിക്കുന്നതിനു വേണ്ടിയുള്ള യത്നത്തിൽ മാത്തുത്തരകൻ തന്റെ സർവ്വ കഴിവുകളും വിനിയോഗിച്ചു. ഇതിനുവേണ്ടി കരിയാറ്റി മൽപ്പാനെയും പാറന്മാക്കൽ തോമാ കത്തനാരെയും റോമിലേക്ക് അയച്ചു. റോമിൽ നിന്നും കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാനായി മടങ്ങിവന്ന കരിയാറ്റിൽ പിതാവ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഗോവയിൽ വെച്ച് മരണമടഞ്ഞു. ഇതേ തുടർന്ന് 1787 ഫെബ്രുവരി 1 മാത്തുത്തരകൻ 84 സുറിയാനി കത്തോലിക്ക പള്ളികളിലെ പ്രതിനിധികളുടെ ഒരു അടിയന്തര യോഗം അങ്കമാലി സെന്റ് ജോർജ് പള്ളിയിൽ വിളിച്ചുകൂട്ടുകയുണ്ടായി. ആ യോഗത്തിലാണ് ചരിത്രപരമായി ഏറെ പ്രശസ്തമായ അങ്കമാലി പടിയോല എഴുതപ്പെട്ടത്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കർമ്മലീത്തരും മറ്റുമായ വിദേശ മിഷണറിമാരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും ഭരണത്തിൽ നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ എണ്ണിപ്പറഞ്ഞ് തങ്ങളിൽ ഒരുവനെ മാത്രമേ ഇനിയുള്ള കാലം സഭാ നേതാവായി സ്വീകരിക്കുകയുള്ളൂ എന്ന് ഈ പടിയോലയിലൂടെ പ്രഖ്യാപിച്ചു. തിരുവിതാംകൂർ, കൊച്ചി ഭരണകൂടങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മാത്തുത്തരകൻ ഈ യോഗം വിളിച്ചുകൂട്ടുന്നതിലും അതിന്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന പടിയോലയ്ക്ക് രാജകീയ സമ്മതി നേടിയെടുക്കുന്നതിലും കാര്യമായ പങ്കുവഹിച്ചു. പുത്തൻകൂർ സഭയുമായി പുനരൈക്യം സ്ഥാപിക്കുന്നതിന് മാത്തുത്തരകൻ നടത്തിയ പരിശ്രമങ്ങൾ ഏറെ എടുത്തു പറയേണ്ടതാണ്.
അതുപോലെ തന്നെ കേരളമെമ്പാടും നിരവധി ദേവാലയങ്ങളും സെമിനാരികളും സ്ഥാപിക്കുന്നതിന് അദ്ദേഹം സാമ്പത്തിക സഹായങ്ങൾ നൽകി. കൊല്ലവർഷം 943 മുതൽ 973 വരെയുള്ള 30 വർഷക്കാലം തരകൻ രാമവർമ്മ മഹാരാജാവിനെയും രാജ്യത്തെയും വിശ്വസ്തയോടെ സേവിച്ചു. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ അന്നത്തെ 15 ലക്ഷം രൂപ തരകൻ തിരുവിതാംകൂർ സർക്കാരിന് കടം നൽകി സഹായിച്ചു. ആലപ്പുഴ പട്ടണം സ്ഥാപിക്കുവാനുള്ള പരിശ്രമത്തിൽ രാജാ കേശവദാസിന്റെ വലങ്കൈയായി പ്രവർത്തിച്ചതും ആലപ്പുഴ തുറമുഖത്തെ കൊച്ചിക്ക് സമാനമായ തുറമുഖമായി മാറ്റിയതും മാത്തുത്തരകനായിരുന്നു. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മാത്തുത്തരകന്റെ ഉപയോഗത്തിനു വേണ്ടി മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ് ഇപ്പോൾ പേട്ടയിലുള്ള കത്തോലിക്ക ദേവാലയം. 1798 രാമവർമ്മ മഹാരാജാവ് നാടുനീങ്ങി. തൽസ്ഥാനത്ത് 16 വയസ്സ് മാത്രം പ്രായമുള്ള ബാലരാമവർമ്മ മഹാരാജാവായി. ഇദ്ദേഹത്തിന്റെ കാലത്ത് ആഭ്യന്തര കലഹത്തിന് നേതൃത്വം വഹിച്ച വേലുത്തമ്പി ദളവാസ്ഥാനം നേടിയെടുക്കുന്നതിനായി മാത്തുത്തരകന്റെ 2 ചെവികളും മുറിച്ച് തടവിൽ പാർപ്പിച്ചു. മഹാരാജാവ് ഈ വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിച്ച് സ്വർണം കൊണ്ട് 2 ചെവികൾ ഉണ്ടാക്കിക്കൊടുത്ത് ബഹുമാനപൂർവ്വം പറഞ്ഞയച്ചു. പക്ഷേ വേലുത്തമ്പി പിന്നെയും തരകനെ അറസ്റ്റ് ചെയ്ത് പല തവണയായി ലക്ഷക്കണക്കിന് രൂപ പിഴയിട്ടു. രോഗഗ്രസ്തനായി കഴിഞ്ഞ മാത്തുത്തരകൻ കുത്തിയതോട്ടിലെ ജന്മഗൃഹത്തിൽ 1814 ഇഹലോകവാസം വിടിഞ്ഞു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു. മഹാനായ അദ്ദേഹത്തിന്റെ മൃതശരീരം അദ്ദേഹം തന്നെ പുതുക്കിപ്പണിത കുത്തിയതോട് കിഴക്കേപ്പള്ളിയുടെ അകത്താണ് സംസ്കരിച്ചിരിക്കുന്നത്.